അനിൽകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത് ഇതിൽ രാഹുൽ മാങ്കൂട്ടം ഓൾറെഡി റിവീൽഡായി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം, ഗർഭചിത്രം അടക്കമുള്ളത് നമ്മൾ കേട്ടു കണ്ടു. ഇപ്പോഴിതാ ഷാഫി പറമ്പിൽ കൂടി ഈ കാര്യങ്ങൾ അറിയാവുന്ന ആളാണെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ എം.എ. ഷഹനാസ് തന്നെ വെളിപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥിതി വളരെ ഗൗരവമാണ്. കെ അനിൽകുമാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ്. അങ്ങനെ നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം നിയമത്തിന്റെ വഴിയിലാണ് കാണുന്നത്. രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാടും LDF-നുണ്ട്. ഇപ്പോ വന്നിട്ടുള്ള കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടപ്പെടുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി സ്ത്രീകളാണ് ഇരയാക്കപ്പെട്ടത്. പലർക്കും വിവാഹ വാഗ്ദാനം നൽകിയിട്ടാണ് അവരെ കെണിയിൽപ്പെടുത്തി അവർ ഗർഭിണികളാവുകയും ഗർഭചിത്രത്തിന് നിർബന്ധിക്കപ്പെടുകയും അതിനുവേണ്ടി അശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിക്കപ്പെടുകയും അതിനായ മരുന്നുകൾ ലഭ്യമാക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒരു സെറ്റിനെ കൂടെ കൊണ്ടുപോവുകയാണ്. ഇപ്പൊ തന്നെ ഫെനി എന്ന് പറയുന്ന വ്യക്തി പാലക്കാട് നീലപ്പെട്ടിയായിട്ട് നടന്നയാളാണ്. അദ്ദേഹമാണ് ഇത്തരം കാമപേക്കൂത്തുകൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന തരത്തിൽ പിണിയാളായി പ്രവർത്തിക്കുന്നത്. ഇതിനാവശ്യമായ പണം എവിടുന്നാണ്? വയനാട് ഫണ്ട് അടക്കമുള്ള ഫണ്ട് ലഭ്യമാകുമ്പോൾ അത് അക്കൗണ്ടിൽ വരാതെ കോടികൾ പാവപ്പെട്ട മനുഷ്യൻ കൊല്ലപ്പെടുമ്പോൾ അത് വെച്ച് പിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് ചോദ്യം ചെയ്യുന്നവർ ആക്രമിക്കപ്പെടുന്നു, അവരപമാനിക്കപ്പെടുന്നു. ഷാഫി പറമ്പിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം തന്നെ IT സംവിധാനത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് പണം കൊടുത്ത് വ്യാജമായ IT പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ IT അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നവമാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പൊതുമേഖലയിൽ ആക്രമണം നടത്തുന്നു. കോൺഗ്രസിന്റെ നേതാക്കൾ, ഉമാ തോമസിന്റെ പോലുള്ള നേതാക്കൾ പോലും ആക്രമിക്കപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഇവരെ പേടിയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും പേടിയാണ്. ഇവരെ ചോദ്യം ചെയ്യാൻ പേടിയാണ്. ഇവരൊക്കെ തന്നെ കോൺഗ്രസിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്ന ഒരു പുതിയ നയമുണ്ട്, പുതിയ രാഷ്ട്രീയമുണ്ട്. കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും ആന്റണിയുടെയും ശൈലിയല്ല, രമേശ് ചെന്നിത്തലയുടെ ശൈലിയല്ല. ഞങ്ങൾ വഴിമാറി നടന്ന് നേരിട്ട് ഇടതുപക്ഷത്തോട് ഏറ്റുമുട്ടുന്ന തയ്യാറാണ് എന്ന് അഭിനയിക്കുന്ന വ്യക്തികൾ വെറും അഭിനയക്കാരും റീലുണ്ടാക്കുന്നവർ മാത്രമാണ്. മറിച്ച് ഇവരുടെ യഥാർത്ഥ മുഖം ഇതാണ്. ഈ പറയുന്ന സെക്ഷൽ പെഡേറ്റർ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി, വിവാഹാലോചന നടത്തി ചതിക്കപ്പെട്ട ആ പെൺകുട്ടി, വിശേഷിപ്പിക്കപ്പെടുന്ന ഈ വ്യക്തിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ്. ഈ വ്യക്തിയെ മത്സരിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് റിനിയാൻ ജോർജ് അടക്കമുള്ള ആളുകൾ പരാതിയുമായി ഈ നേതാക്കന്മാരുടെ മുന്നിലെത്തിയിട്ടും ഇവരാരും ചെവിക്കൊണ്ടില്ല എന്നതുകൊണ്ടാണ് ഇയാൾ MLA ആയത്. യഥാർത്ഥത്തിൽ അയാളെ MLA ആക്കാനെടുത്ത തീരുമാനം കോൺഗ്രസിന് മാരകമായിരുന്നു, കോൺഗ്രസിനെ തകർക്കുന്നതായിരുന്നു. ഒരു കൂട്ടം ആളുകൾ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന് ഈ ദുരന്തമുണ്ടായത്. അതുകൊണ്ട് സാധാരണ കോൺഗ്രസുകാർ ചിന്തിക്കും, എന്താണ് സംഭവിച്ചത്? ഇതൊരു വ്യക്തിയുടെ പ്രശ്നമല്ല, ഒരു രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ്, രാഷ്ട്രീയ ധാരയുടെ പ്രശ്നമാണ്. കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്ത പുതിയ ഹൈടെക് തലമുറ എന്താണ്? ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങുന്ന ഹൈടെക് തലമുറ എന്താണ്? അവർ കോൺഗ്രസിന് സമ്പത്തല്ല, കോൺഗ്രസിന്റെ അധപതനത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു കൂട്ടമാണ്. ഇതാണ് നാം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി, അതിലെ സാധാരണ നേതാക്കൾ, അതിലെ സാധാരണ പ്രവർത്തകർ തിരിച്ചറിയുന്നു എന്താണ് കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത്.